അപ്പൊ നമുക്ക് ബോധ്യപ്പെടുമല്ലോ. അത് അല്ലെങ്കിൽ ഞങ്ങൾ കൂടും കൊണ്ടാ വരുമായിരുന്നു, നിങ്ങൾ എന്തിനാ റോഡിലേക്ക് പോയെന്ന് ചോദിക്കണ്ടല്ലോ. അപ്പൊ കൂട് വെക്കാതിരിക്കാൻ എന്താ കാരണം പറയുന്നത്? കൂട് വെക്കാതിരിക്കാൻ അവർക്ക് ക്യാമറ പതിക്കണം. അങ്ങനെ ഇതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ചാണ് അവര് നടപടിക്രമം എന്ന് പറയുന്നത് മുഴുവൻ നമ്മളെ കബളിപ്പിക്കുന്ന നടപടിക്രമങ്ങളേ ഉള്ളൂ. നടപടിക്രമം എങ്ങനെ വേണമെങ്കിലും സ്ലോ ആക്കാൻ ഈ ആടിനെ നാളെ വരെ വെക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഈ നടപടിക്രമം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് പോയതിനു ശേഷമാണ് ബേബിച്ചേട്ടന്റെ പിള്ളേര് മെഷീൻ വെള്ളം അടിക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ചെന്നപ്പോ എന്തുണ്ടത് കടുവേനെ കണ്ടത് നേരിട്ട് കാണുക. അല്ലാണ്ട് ഇത് കാൽപ്പാട് കണ്ടതല്ല, നേരിട്ട് കടുവേനെ കാണുക. ഇനി എന്ത് തെളിവാണ് വേണ്ടേ? ആ തെളിവ് വെച്ച് നമുക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ വരികയും നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ, ഇന്നതാണ് വിഷയം. അല്ലാണ്ട് ഇവര് വകുപ്പ് ന്യായമൊക്കെ പിന്നീട് പറയാന്നേ. ആ ബന്ധപ്പെട്ട അധികാരികൾ ആരും ഇതുവരെ ഇവിടെ രാവിലെ വന്നു പോയതിനു ശേഷം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അവരിവിടെ വന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഹൈവേട്ട് പോകാൻ നമുക്ക് പോകണേ ഇവിടെ തടസ്സം. ഇവിടെ നമുക്ക് അടുത്ത ദൂരം കുറവാണ്. ഇതിലും വലിയ പശുവിനെ കൊണ്ട് നമ്മൾ ഹൈവേ പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ട അധികാരികൾ ഇവിടെ നിർബന്ധമായിട്ട് വരണം, ജനങ്ങളോട് കാര്യങ്ങൾ. ഇത്രയും ജനം ഇവിടെ കൂടിയിട്ട് അതിനൊരു പുല്ല് വില കൽപ്പിക്കുന്ന അധികാരി വർഗം ഉണ്ടെങ്കിൽ ആ അധികാരി വർഗത്തെ ഗവനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ. അവർ പൊക്കോട്ടെ. അവൻ രാത്രിക്ക് ഇറങ്ങും. ആ തീരുമാനം